ഈ നിമിഷം അങ്ങോട്ട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതേപോലെ നമുക്കിപ്പം മഴയ്ക്കൊരു ഒരു നമ്പർ ഉണ്ടെങ്കിൽ മഴയെ വിളിച്ചിട്ട് പറയാൻ വരാം. അതേപോലെ തന്നെ നമ്മൾ സാധന ചെയ്യുന്നത് പോലും ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. രാജയോഗം അഭ്യസിക്കുന്നത് നമ്മൾ ഉണർവിലൂടാണ്. ഓരോ ജന്മത്തിലും തീർക്കാനുള്ളത് നിശ്ചിത അളവിലാണ് ഒരു ആയുഷ്കാലത്തിൽ വരുന്നത്. അതുകൊണ്ട് പറയുന്നത് സഞ്ചിതത്തെ നാം തൊടുന്നില്ല. നാം ജീവിക്കുന്ന ഈ നിമിഷമാണെങ്കിലും പ്രാരാബ്ധത്തിലാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നമ്മൾ വലം വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ കുണ്ഡലിനിയാണ് ഉയർത്തുന്നത്. രാജയോഗിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ സാധനാ രീതികളൊന്നും തന്നെ എളുപ്പമല്ല എന്നറിയാം. അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക, നമുക്ക് ക്ഷമ വേണം, അതേപോലെ നമുക്കൊരു യോഗം വേണം എന്നുള്ളതാണ് അതൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. ഈ രാജയോഗിയിലൂടെ എങ്ങനെയാണ് അത് പ്രാപ്യമാകുന്നത്? അങ്ങ് എന്ന് മുതലാണ് ഈ രാജയോഗിയിലേക്ക് കടന്നതെന്നറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല, കൃപയാണ് പറഞ്ഞല്ലോ. നമ്മളിപ്പം ഈ നിമിഷം അങ്ങോട്ട് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതേപോലെ നമുക്കിപ്പം മഴയ്ക്കൊരു നമ്പർ ഉണ്ടെങ്കിൽ മഴയെ വിളിച്ചിട്ട് പറയാൻ വരാം. അതേപോലെ തന്നെ നമ്മൾ സാധന ചെയ്യുന്നത് പോലും ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. കൃപ എപ്പം നമ്മളിൽ കടാക്ഷിക്കുന്നോ അപ്പം നമ്മൾ അതിൻ്റെ ഉള്ള ഉയർന്ന പ്രാപ്തി എത്തും. രാജയോഗ ലക്ഷ്യം വെക്കുന്നത് ബ്രഹ്മത്തിലേക്കാണ്. ബ്രഹ്മം എവിടെയുള്ളതല്ല, നമ്മൾ തന്നെയാണ് അറിയുന്നൊരു രീതിയാണ്. നമ്മുടെ ഊർജ്ജ ചക്രങ്ങളെല്ലാം സംഗമിച്ച് അതിൻ്റെ ജാമിതിയിലെത്തുമ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശ്വരി ബോധമുണരും. ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. അറിവ് നമുക്ക് തന്നെ സ്വായത്തമാവും. നമുക്ക് ഗ്രഹണം തന്നെ സംഭവിക്കും. ഒരു വ്യക്തി, എല്ലാ ജീവനും, മനുഷ്യനെന്ന് വെച്ചാൽ സൗരയൂഥത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഈ ജീവൻ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും എപ്പോൾ അതിജീവിക്കുന്നോ അപ്പോഴാണ് അവൻ്റെ ഉള്ളിലേക്ക് ആ ബോധം ഉണർന്നു വരുന്നത്. അതിലേക്കുള്ള മാർഗമാണ് രാജയോഗം. രാജയോഗം അഭ്യസിക്കുന്നത് നമ്മൾ ഉണർവിലൂടാണ്. നമ്മൾ കണ്ണ് തുറന്നിരുന്നുകൊണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പുറത്തെടുക്കുകയാണ്. നമുക്കൊരു ലൈറ്റ് ബോഡിയുണ്ട്. ആ ഒരു എനർജി ബോഡിയെ നാം പുറത്തേക്ക് തള്ളുകയാണ്. അത് എത്രത്തോളം അകലുന്നോ അത്രത്തോളം നമ്മുടെ ബോധപ്രാപ്തി വർദ്ധിക്കും, അവയർനെസ് കൂടും. അത് ഒരു കാര്യം നമ്മൾ തുറക്കുകയാണ്. നമ്മളെല്ലാം ജനിക്കുമ്പം നമ്മുടെ ഉച്ചയുടെ മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രാണൻ വർദ്ധിച്ച് ഇവിടെയാണ് ധ്യാനം സംഭവിക്കുന്നത്. ഇത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് തന്നെ തുറക്കുന്നൊരു കാര്യം, നല്ല സാധാരണക്ക് തന്നെ ഓപ്പൺ ആവും. ഇവിടെ കൂടെ നമുക്ക് കടന്നാൽ, ഇവിടെ കൂടെ നമ്മുടെ പ്രാണനെ നമുക്ക് ഒരവസ്ഥയിൽ എത്തിച്ചാൽ നമ്മൾ മുക്തിയായി എന്ന് പറയും, അല്ലെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സമാധിയായി എന്ന് പറയും. ഇത് തുറക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള, ഇത് കുറേ കർമ്മത്തിൽ ഏർപ്പെട്ടേക്കുവാണ്. ഇട എന്ന് പറയുന്ന ഒരു നാഡി, നമുക്ക് ഇട പിങ്കള എന്ന് പറയുന്ന നാഡിയുണ്ട്. അതിൽ സുഷുമയിലൂടെയാണ് പ്രാണൻ കടന്ന് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇടനാടി സദാസമയം പ്രാരാബ്ധത്തിലാണ് കടന്നുകൂടുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മുടെ കർമ്മം ഒരു സമയത്തോട് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് പ്രാരാബ്ധത്തിൽ ഓടുന്നത് കൊണ്ട് ഇവിടത്തേക്ക് കടക്കാൻ കുറേ പാടുപെടും. അപ്പോൾ രാജയോഗം ചെയ്ത് സൂക്ഷ്മ ശരീരത്തിനെ വളരെ ശക്തീകരിച്ച് കഴിയുമ്പം ഇത് തന്നെ ഓപ്പൺ ആവും. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ നിമിഷം ഇരുന്നുകൊണ്ട് സമാധി പോകാൻ പറ്റും. ചമ്പ്രം അണിഞ്ഞിരുന്നുകൊണ്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം ഉള്ളത്തിൽ സമാധിയും. നമ്മൾ നോക്കുമ്പോൾ വളരെ ആരോഗ്യവാൻ, ഒരു കുഴപ്പമില്ല, വളരെ വ്യക്തമായി സംസാരിക്കുന്നു, പെട്ടെന്ന് സമാധി. അപ്പം ഈ ശരീരമല്ല എന്നുള്ളതാണ് മഹായോഗികളെല്ലാം കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ശരീരമേ അല്ല. അതുകൊണ്ട് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ വിരക്തി തോന്നും. നമ്മൾ ജീവിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, സമാധി പോകാൻ. സമാധി ഒരു മരണമാണ് അല്ലേ? നമ്മളിപ്പം ഞാനിവിടെ മരിച്ചു വീണാലും ഞാൻ പോയി, ദുഃഖമായിരിക്കും അപ്പോൾ ഉള്ളവർക്ക്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആത്മീയപരമായുള്ളതെല്ലാം അറിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ടാണ്. ഇതൊന്നും ഒരിക്കലും ഇതല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമായൊരു ഇതാണ്. നമ്മൾ അനുഭവിച്ചു പോയാലേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് ചോദിച്ച പോലെ ഞാൻ എങ്ങനെ ഇതിലേക്ക് കടന്നെന്ന് ചോദിച്ചാൽ ഗുരുകൃപയോടാണ് അറിയുന്നത്. ഓരോ ഘട്ടത്തിലും
നമ്മളിപ്പം ഒരനുഭവം നമുക്കുണ്ടാവുന്നു. ആ അനുഭവത്തെ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചെറുപ്പ സമയത്ത് നമ്മുടേതായിട്ടുള്ള ചിന്തകൾ വളരെ വേറെയാണ്. നമുക്കൊക്കെ എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് കല്യാണം കഴിക്കണം, നല്ല വീട് വെക്കണം, അതേപോലെ ലോകം മൊത്തം കറങ്ങണം, പണം ഉണ്ടാക്കണം, ഇങ്ങനത്തെ ചിന്താഗതിയല്ലേ? അതല്ലേ നമുക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ. എന്നാൽ ഒരു സോള്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ജീവൻ ഒരു പരിവർത്തനത്തിലേക്ക് പെട്ടാണ് ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുമെങ്കിൽ അതിന് സമയമില്ല സത്യത്തെ മനസ്സിലാക്കാൻ. ഞാനിപ്പം ഒരു ഗുരുവിൻ്റെ ഒരിക്കലും പോയിട്ടില്ല, അല്ലെ ഉപാസന ചെയ്തിട്ടില്ല. അതെനിക്ക് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പേ ആ ഒരു റിയലൈസേഷനിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. ആ ഒരു അനുഭവം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, അതൊരു ശക്തി തന്നെയാണ്. അമ്പലം ഇന്നും ദേവി പാർവതി അവിടെ തൃപ്പൂത്താവുന്ന ഇതുണ്ട്. അത്രയും മിസ്റ്ററിസമായുള്ളൊരു ക്ഷേത്രമാണ്. അങ്ങേക്ക് എന്ത് അനുഭവമാണുള്ളത്, അതിനെക്കുറിച്ച് പറയാം. അവിടെ ദേവി വളരെ ഇതായിട്ടുള്ള ശക്തിയാണ്. എന്നുവെച്ചാൽ ശിവനേക്കാട്ടിൽ അമ്മയാണ് അവിടെ കുറച്ചുകൂടും വളരെ. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ, ഒരു സ്ത്രീ ആർത്തവം വരുന്നത് പോലെ എല്ലാ മാസവും ആർത്തവം ഉണ്ടാവുന്നു. അത് പ്രതിഷ്ഠകളിലേക്കും ഏറ്റവും ഉയർന്ന ചന്ദ്രനുമായിട്ട് നേരിട്ടൊരു ബന്ധം വരുമ്പോഴേ ആ വിഗ്രഹത്തിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. അത്രയും ശ്രേഷ്ഠതയോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രതിഷ്ഠാപനമാണ്, യാഥാർത്ഥ്യമാണ്. അത് വിഗ്രഹത്തിലൂടെ ഒരു ആർത്തവ രക്തം വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കൂടെ. അവിടെ തിരുമേനിമാർ കുറച്ച് ചോര ഒലിപ്പിച്ചിട്ട് കാണിക്കുമല്ല, അങ്ങനെയുള്ളവരല്ല അത്. ദേവി അത്രയും ഇതുണ്ട്, പറഞ്ഞില്ല, അങ്ങനെ ഒരു ചോര വരുന്ന നമുക്കറിയാം അതിനെന്തോ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ആ ദേവിയിൽ ബന്ധപ്പെട്ടാൽ എന്തുമാത്രമാവും. ആ ക്ഷേത്രം തന്നെ ഒരു നാഗാരാധനയുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത് പോലും വ്യക്തമായി എനിക്ക് പറയാൻ സാധിക്കില്ല, കേട്ടറിവാണ്. ഞാൻ അത്രയും ഇതാവുന്നില്ല, ഒരു സ്റ്റോറികളോട് അത്ര ഇത് പോകുന്നതല്ല. പക്ഷെ ഒരു സർപ്പ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അവിടെ ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ സർപ്പാരാധനയിലൂടെ കടന്നു പോയിട്ടുള്ളൊരു കഥയുണ്ട് അവിടെ. ദേവി എന്ന് പറയുന്നതും ഒരു നാഗസ്വരൂപിണിയാണ്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം വഴിയായി തുറന്നു. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളോട് ഞാൻ എന്താ പറയുക, നിങ്ങൾക്കൊരു അനുഭവം തരാൻ പോവാന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ അനുഭവത്തെ എക്സ്പെക്റ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ അനുഭവം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്നതല്ല നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു എക്സ്പീരിയൻസ് തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വേറെ പലതായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇരു കണ്ണിൽ നിന്ന് ഇങ്ങനെ ആനന്ദം ഒഴുകുമെന്ന് നിങ്ങൾ ചിന്തിക്കില്ല. ഒരാൾക്ക് വെറുതെ കരയാൻ പറ്റില്ല. അപ്പോൾ ആ അനുഭവമാണ് ഞാൻ ആത്മീയപരമായി നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്തേക്കാണ്. അതേസമയം ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ധ്യാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ധ്യാനം എന്താണെന്നറിയില്ല, ധ്യാനത്തിൻ്റെ രീതികളൊന്നും അറിയില്ല. പക്ഷേ അത് പിന്നെ നമ്മൾ ചിന്തിക്കുമല്ലോ നമ്മുടെ ചിന്തകളായെന്നുള്ളത്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചിന്തകളിൽ ഒരു ഇതുണ്ടാവും, ഇത് ശരിയാ തെറ്റാണോ, അത് കറക്റ്റാണോ ഉണ്ടാവുന്നത്, അത് എൻ്റെ തോന്നലാണോ. പക്ഷെ ആ അനുഭവം വളരെ വലുതാണ്. അത് നമുക്ക് ചിന്തിപ്പിച്ചു. പിന്നെ ഇതിലേക്ക് കടക്കാനൊരു കാരണം, ആ ക്ഷേത്രത്തിൻ്റെ ഒരു അനുഭവം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭ്രൂമധ്യത്തിൽ, ഞാൻ എപ്പോൾ കണ്ണടച്ചിരുന്നാലും ഭ്രൂമധ്യത്തിൻ്റെ അവിടെ ഒരു തൃക്കണ്ണ് പോലെ തെളിഞ്ഞു വരും. ഇപ്പോഴും തെളിഞ്ഞു വരും. കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഭ്രൂമധ്യത്തിൻ്റെ അവിടെ ഇങ്ങനൊരു തൃക്കണ്ണ് പോലെ വരും. അപ്പം 3-ാം കണ്ണെന്ന് പറയുന്ന ഒരു കാര്യം ശിവന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. പിന്നെ ധ്യാനത്തിനിരിക്കുമ്പം അത് വരും. അപ്പം ഞാൻ വെച്ച് ഇതിലെന്തോ ഒന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടാകുന്ന വെറുമല്ല, ഫിസിക്കലി അതിനുള്ളതുണ്ടായി. അപ്പം ഞാൻ എത്തിയിരിക്കുന്ന സ്റ്റേറ്റ് സമാധിയാണെന്ന് എനിക്ക് അറിയില്ല, സമാധിയാണെന്നുള്ളത്. ആ തേടിയുള്ള യാത്രയിലാണ് ഈശായോഗയിലേക്കുള്ളൊരു വഴിയാവുന്നത്. എപ്പോഴും ഒരു മഹാഗുരുവിൻ്റെ അരികിൽ എത്തുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലും എന്തെങ്കിലും ഉണ്ടെന്നറിയുന്നത്. സദ്ഗുരു കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ധ്യാനലിംഗയിലേക്ക് എത്താൻ പറ്റി. ധ്യാനലിംഗയിലുണ്ടായിരുന്ന ആ ധ്യാനലിംഗ ആരുടെ ഒരു മിഷനാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി സദ്ഗുരുവിൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നതിൻ്റെ മുമ്പേ. സദ്ഗുരുവിൻ്റെ ഡിസേബിൾസൊക്കെ കുറച്ച് പേരുണ്ട്, അവരെല്ലാം നല്ല പറയുന്ന, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയായി.
അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അങ്ങക്ക് ഇത് ലഭിച്ചതെന്ന് പറയുന്നു. എങ്ങനെയാണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യമുണ്ട്. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? അതെ, ഞാൻ ഇവിടെ ഒരു വട്ടം പറഞ്ഞതാ, ഇപ്പോഴും പറയല്ലോ, നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പം സീക്ക് ചെയ്യുന്നവർക്ക് ഹെൽപ്പാവും. പക്ഷേ ഇതൊരു യൂട്യൂബ് ചാനലായതുകൊണ്ട് കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിനെ ഭയന്നിട്ടല്ല, പക്ഷേ സ്പിരിച്വലി എൻ്റെയൊക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അമ്മ പറഞ്ഞൊക്കെ അറിയാം, ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെയൊക്കെ ആ പ്രായത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള, എനിക്ക് ഒരു 8ാം ക്ലാസ് വരെയൊക്കെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു പരീക്ഷ ജയിക്കണമെന്നുള്ളത്. പിന്നെ അങ്ങനെ മാറിത്തുടങ്ങി, ചിന്തകൾ മാറിത്തുടങ്ങി. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും നിരീശ്വരവാദികളല്ല, കമ്മ്യൂണിസ്റ്റിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഭക്തരാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ വന്ന് നമ്മളൊരു സ്കൂളിലെത്തുമ്പം 10, +1, +2 ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെഗുവേരയോട് പ്രേമമാവും, ഇഷ്ടം തോന്നി തുടങ്ങും. എന്നാൽ ഈശ്വരൻ എന്നുള്ള ശിവ എന്ന് എപ്പോഴും ഉള്ളൊരു ചിന്തയുണ്ട്, എപ്പോഴും മഹാദേവൻ എന്നുള്ളൊരു പ്രേമം ഉള്ളിൽ കിടപ്പുണ്ട്. എന്നാൽ പ്രേമം കാണിക്കില്ല. നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു ഇതെത്തിയപ്പം തന്നെ കൂട്ടുകാരും നല്ല ഒരു ഫ്രണ്ട്സ് കൂട്ടുകാരൊപ്പമായി. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഒറ്റ മോനായതുകൊണ്ട് പറയുന്ന എല്ലാം വാങ്ങിച്ചു തരാൻ തുടങ്ങി. അപ്പം 10 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 2 മോഡൽ ബൈക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്ക് കളിച്ച് നടക്കുന്ന സമയം. അപ്പോൾ ഈശ്വരനോടുള്ളൊരു പ്രേമം ഇല്ല. വിചാരിക്കും ഈശ്വര ഭക്തിയോട് വന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്ന്. ഒരിക്കലും അല്ല. അച്ഛനൊരു ദിവസം നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ. അച്ഛനൊരു സ്കൂട്ടർ എടുത്തു, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് വരാം. എനിക്കാണ് അതിൽ പോകുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ വന്ന് കുറച്ച് ഫ്രീക്ക് ബൈക്കില്ല, അതിൽ പോകുന്ന താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാരോട് വഴി ചോദിച്ചു എങ്ങോട്ടാണ് രജിസ്ട്രേഷന് പോകുന്നതെന്നുള്ള. അവർ വഴി പറഞ്ഞ് ചെങ്ങന്നൂർ ഭാഗത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്ഥലം നിൽക്കുന്നത് മാവേലിക്കര ചുനക്കരയാണ്, ചെങ്ങന്നൂർ ഭാഗത്തോട്ട് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. തിരിച്ച് പോയ വഴിയല്ല, തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അറിയാം, അതിൻ്റെ ഒരു നമ്മുടെ ദേവിയെ തൃപ്പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പമ്പയാറിൻ്റെ അവിടെ നേരെ പോകുമ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത്. ഞാൻ അമ്പലമാണ് കണ്ടു. ആ അമ്പലത്തിൽ വന്ന അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ കുഞ്ഞിനെ അവിടെ ചോറ് കൊടുത്ത് അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അന്നാണ് എന്താണുള്ളൊരു, ഞാനൊരു ആത്മാവാന്നല്ല, ഞാനൊരു ജീവനാന്നുള്ളൊരു എനിക്കുണ്ടാവുന്നത്. ഒരു നിർവൃതി എന്ന് പറയില്ല, അത് അനുഭവിച്ചാൽ അറിയാൻ പറ്റും. അതൊരു നിർവ്വാണയുടെ ഒരു സ്റ്റേറ്റ്. അതെങ്ങനെയാണ് അപ്പൊ ക്ഷേത്രത്തിൽ കയറി അല്ലല്ല, ഞാൻ വണ്ടി ഓടിച്ച് പോവുകയാണ്, സ്കൂട്ടറിൽ തന്നെ ഓടിച്ച് പോവുകയാണ്. ഒരു 40-50 ഒക്കെ സ്പീഡ് കാണും, അതിലൂടെ നേരെ പോവാണ്. ക്ഷേത്രം കണ്ടു. ഇപ്പം നമ്മളൊരു അമ്പലം കാണുമ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവെക്കും അല്ലേ. അപ്പം ഞാൻ അങ്ങനെ കൈവച്ച് പോലും ഇല്ല. അതിൻ്റെ മുമ്പ് എൻ്റെ ഭ്രൂമധ്യത്തിലേക്ക്, ഇപ്പം നമുക്കത് വർണ്ണിക്കാൻ പറ്റും, അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ ഇതിൽ നമുക്ക് ചിന്ത പോലുമില്ല. എനിക്കറിയില്ല സമാധി സമയങ്ങളിൽ അന്നൊക്കെ ചിന്തകൾ അവസാനിക്കും എന്നുള്ളത്. ഇപ്പോൾ അറിയാം സമാധി, ഇപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പം സമാധിയായിട്ടുള്ള നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അവർ സമാധിയാവുന്ന സ്റ്റേറ്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എങ്ങനെയാണ് ചിന്തകൾ ഒതുങ്ങി ആ സ്റ്റേറ്റിലേക്ക് എത്തുന്നതെന്ന്. പക്ഷേ എൻ്റെ ചിന്തകൾ എനിക്ക് പറഞ്ഞു തരാൻ ഗുരുവില്ല, ഞാൻ സ്വയമേയാണ് ആ സ്റ്റേറ്റ് എത്തുന്നത്. അപ്പോൾ ചിന്തകൾ ഒതുങ്ങി എനിക്കാണ് ആ ഒരു വേറെ അവസ്ഥയിലുമാണ്. പിന്നെ തൊട്ട് എന്ത് കണ്ടാലും, ഒരു മഴ പെയ്താൽ പോലും കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അതായത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്, നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ, ആത്മീയമായിട്ടുള്ളൊരു ഈ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും ശാന്തതയോടുകൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദീർഘകാലം നമ്മൾ ഇതേപോലെയുള്ള സാധന പദ്ധതികളിലൂടെയൊക്കെ നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴോ ഒന്നും വേണ്ട. ക്ഷേത്രത്തിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കാം. അങ്ങനെയാണല്ലോ പൊതുവെ എല്ലാവരുടെ ഒരു ചിന്താഗതി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ വണ്ടിയിലിരുന്ന് നമ്മളൊരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഭ്രൂമധ്യത്തിൽ ഏതോ ഒരു എനർജി വന്ന് കണക്ട് ആയി എന്നാണ് ഗുരുജി പറയുന്നത്. അതെ, എനർജി വന്ന് കണക്ട് ആയി എന്നുള്ളത്, അത് ആ വർഷത്തേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഓപ്പണിംഗ് ആയി, എൻ്റെ ആത്മീയപരമായി ഉണ്ടായ ഉന്നതി അവിടെ കൊണ്ട് പ്രാപിച്ചു. അങ്ങനെയും സാധ്യമാകുമെന്നുള്ളതാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അറിവാണ് എനിക്ക്. അതെ. ഇപ്പം ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ തോന്നലാണോ എന്നുള്ളത്. ആ തോന്നലാണെന്നുള്ള ചിന്തകളിൽ പോലും എനിക്ക് ഫിസിക്കലി പല തെളിവ് കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഭ്രൂമധ്യത്തിൽ തെളിഞ്ഞു വരുന്നു, ഇപ്പോഴും തെളിഞ്ഞു വരും. ഈ നിമിഷം വേണേലും നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റും അത്. അതിനുശേഷം നമ്മുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇപ്പം നിങ്ങളും ഞാനും സംസാരിക്കുന്നു, നിങ്ങളെ എനിക്ക് കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒലിക്കുക എന്നുണ്ടെങ്കിൽ
എനിക്ക് നിങ്ങളോടൊരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റമായിട്ടാണ്. ഈ എല്ലാത്തിനോടും സ്നേഹം. ഒരു നായയെ കണ്ടാൽ പോലും സ്നേഹം. ഒരു ദിവസം ആ സമയങ്ങളിൽ ഞാനും അമ്മയും കൂടി, ഞാൻ കാർ ഓടിച്ചു പോവാം, ഒരു നായ വഴി ചത്ത് കിടക്കുന്നു. ഞാൻ പൊട്ടിക്കരയുന്നു. എൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ കരയുന്ന ആളല്ല ഞാൻ. അമ്മയ്ക്ക് എന്താ മോനെ പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, പട്ടി ചത്ത് കിടക്കുന്നുണ്ടാന്ന്. ഞാൻ വളർത്തിയ പട്ടിയല്ല. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ തന്നെ എത്തുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ സാഹചര്യം മാറുന്നു. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അതുവരെ എന്നോട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന പല പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ മാറുന്നു. ഞാൻ കൂടുതൽ ആത്മീയപരമായി ഞാൻ എൻ്റെ ഇത് നോക്കുമ്പം ഞാൻ 8 മണിക്കൂറൊക്കെ വെറുതെ കണ്ണടച്ചിരിക്കും. ആ സമയങ്ങളിൽ രാവിലെ പോയിട്ട് 6 മണി എണ്ണിട്ടിട്ട് ഇരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി 6 മണിയല്ല, സന്ധ്യയ്ക്ക് ഇരിക്കണം. സന്ധ്യയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. പിന്നെ ധ്യാനത്തോട് ധ്യാനം. വീട്ടിലുള്ളൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന്. പേരിന് മാത്രം ഒരു ചപ്പാത്തി കഴിക്കും. ആ രീതിയിൽ എനിക്ക് പരിവർത്തനം ഉണ്ടായി. ഞാനൊരു 2.5 വർഷത്തോളമാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതും എൻ്റെ ഗുരുവിനെ ഞാൻ കണ്ടെത്തിയതും. ആ ഒരു തലത്തിലേക്ക് ഒത്തിരി അത് ഒറ്റ നിമിഷം കൊണ്ട് സംഭവിച്ചെന്ന് പറയുന്നത് അത് അനുഗ്രഹമാണ്. അത് സ്റ്റെപ്പ് 1 ആണ്. ആ സ്റ്റെപ്പ് 1 ഒത്തിരി പടികൾ നമുക്ക് കയറാനുണ്ടായിരുന്നു. അതിനിരിക്കേണ്ടി വന്നു, ധാരാളം ഇരിക്കേണ്ടി വന്നു. നമുക്കങ്ങനെ ആണെന്നല്ലോ, നമുക്കുണ്ടാകുന്ന ഒരു വ്യക്തി പറഞ്ഞ് ആത്മീയത അറിഞ്ഞാൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യാം, ഒരു മനുഷ്യൻ പറഞ്ഞതാണെന്നുള്ളത്. ഇത് എന്നിലൂടെ സംഭവിക്കുമ്പം അത് വിശ്വാസത്തിനുപരി തന്നെ അനുഭവമായി തീർന്നു. അനുഭവത്തിന് ഒരിക്കലും നമ്മുടെ മനസ്സിനെ പോലും നിഷേധിക്കാൻ പറ്റില്ല. ആ നിഷേധിക്കാൻ പറ്റും നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സും ശരീരവും പ്രയത്നിക്കും. കർമ്മബന്ധനങ്ങൾ നമുക്ക് എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് പോലും നമ്മളിൽ നിന്ന് അത് വിട്ടുമാറും. നമ്മൾ സ്വയമേ ഇരുന്ന് കൊടുക്കണം. ആ ഒരു എനർജി എങ്ങനെയാണോ, മഹാദേവനാണെങ്കിൽ മഹാദേവനിലേക്ക് വന്ന അനുഭവത്തിൽ നമ്മൾ ഇരിക്കണം. നമ്മുടെ തീവ്രത കൂടുമ്പോൾ തന്നെ ഗുരു വരും. അങ്ങനെയാണ്, ഗുരു തന്നെ വരും. അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി കടന്നുപോയത്. ഒരു സ്റ്റേറ്റ് എത്തിയാൽ ഇപ്പം നമുക്ക് ബ്രഹ്മമാണ് നമ്മളൊരു കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബ്രഹ്മം ഇപ്പോൾ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. അത് നമുക്ക് അറിവായിത്തീരും, നമ്മുടെ ഉള്ളിലിരുന്ന് പറയും. മനുഷ്യൻ ഞാൻ പറയുമ്പം ഇങ്ങനെയുള്ള സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു കഴിവുണ്ട്. ഈശ്വരനുമായിട്ട് ചേർന്നിരിക്കുന്നൊരവസ്ഥ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെ നമുക്ക് അറിവ് വളരെയേറെ പെട്ടെന്ന് നമുക്ക് സൃഷ്ടി എന്താണെന്നുള്ളത്, ഒരു വ്യക്തിക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. ഇപ്പം വടക്കാഞ്ചേരിയിൽ യോഗീശ്വർ ലിംഗസന്നിധി പ്രതിഷ്ഠ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, അവിടെ വന്നു പോരെ നോക്കിയാൽ മതി. അവിടെ വന്ന് എല്ലാ ക്ഷേത്രങ്ങളെയും വരുന്ന പോലെ അല്ല അവിടെ വരുമ്പം തന്നെ ആൾക്കാരുടെ ഭ്രൂമധ്യത്തിലേക്കൊരു എനർജി ഒന്നിങ്ങനെ അടിക്കും. ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന ധ്യാനം എന്താണെന്ന് അനുഭവിക്കാൻ പറ്റും. ഭ്രൂമധ്യത്തിലേക്ക് എനർജി ഒന്നിങ്ങനെ വന്ന എനർജി. അവിടെ ഒരു മന്ത്രമില്ല, അവിടെ ആരും വന്നിട്ട് എനർജി ഇങ്ങനെയൊന്നും പറയുന്നില്ല. പറഞ്ഞാലും അനുഭവം വേറെയാണ്. എനിക്കെങ്ങനെയാണോ ശിവക്ഷേത്രത്തിൽ നിന്നുണ്ടായ അനുഭൂതി അതേപോലെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. എനിക്കുണ്ടായ ഒരു തോന്നലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കത് അങ്ങനെ ഒരു എനർജി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അവിടെ. അതേപോലെ തന്നെ എനിക്കുണ്ടായതൊരു തോന്നലാണെങ്കിൽ ഞാനൊരു നെറ്റിയിലേക്ക് തൊടുമ്പം തന്നെ ആൾക്കാർക്ക് ആ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നോക്കിയറിയാം ദീക്ഷയുടെ രീതി. ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അവർ കുണ്ടലിനി തുറക്കും. അവർക്ക് എനർജി കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അവർ നിലത്ത് വീഴുവാണ്. ഒരു മന്ത്രം ഉപയോഗിക്കുന്നില്ല, അവരെ ഹിപ്നോട്ടിസം അവരെ ഒന്നും ചെയ്യുന്നില്ല, അവരുടെ മനസ്സിനെ ഒന്നും ചെയ്യുന്നില്ല. അവർ ജീവനായിരിക്കുന്നു. അവരുടെ ഭ്രൂമധ്യത്തിൽ പ്രാണനിലേക്ക് എൻ്റെ കൈ തൊടുമ്പോൾ മതി, അവർക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് കടക്കാൻ പറ്റുന്നു. ഞാൻ വണ്ടിയെ പോയിട്ട് പോലും ഞാൻ ആ അവസ്ഥയിലെത്തി, മീൻസ് നിലത്ത് വീഴുന്ന പോലത്തെ അവസ്ഥയിലെത്തി. അതേപോലെ ഇപ്പം ദീക്ഷയുടെ വീഡിയോ ഒക്കെ അവരെ ഞാൻ തൊടുമ്പം തന്നെ അവർ വീഴും. എത്രയും മണിക്കൂർ കഴിഞ്ഞാണ് അവർ വീണ്ടും എണ്ണിക്കുന്നത്. അപ്പം ഇതൊരു ഈശ്വരീയ നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ ഉണ്ടായ എൻ്റെ മാത്രം ഒരു തോന്നലാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം കൊടുക്കാം ഒരു ഗുരുവായി തീരില്ലായിരുന്നു. ഗുരുവെന്ന് പറയുന്നത് പ്രാപിച്ചത് മറ്റുള്ളവരെയും കൂടി അനുഭവിക്കുമ്പോഴാണ് ഗുരുവാകുന്നത്. ആ അവസ്ഥയിലേക്കുള്ള അത് തന്നെ സംഭവിച്ചതാണ്. പൂർവികപരമായി നാം ചെയ്തു വെച്ചതിൻ്റെ കൃപയാണ്. കഴിഞ്ഞ ജന്മം കുറേ തപസ് ചെയ്ത് ഒരാളൊരു രത്നം കിട്ടുമെന്ന് വെച്ച് അദ്ദേഹം കുറേ ലൈഫ് ടൈം എടുത്ത് കുഴിച്ച് അടുത്തെത്താറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ മരണപ്പെടുന്നത്. ശരീരം അത്രയും പരിമിതമായതാണ്, പഞ്ചഭൂതങ്ങളിരിക്കുന്നതാണ്. അപ്പോൾ വേറൊരു ലൈഫ് ടൈമിലെത്തുമ്പോൾ അധികം സമയമില്ല കുഴിക്കാൻ. ഒരു പാകപ്പെടുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു 19 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പ്രകൃതി ഒന്ന് അഴിവുണ്ടാക്കും കർമ്മബന്ധനത്തിൽ നിന്ന്. ആ സമയത്ത് തന്നെ നമുക്ക് വഴിയുണ്ടെങ്കിൽ, കൃപ അനുഗ്രഹിച്ച് പൂർവികരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക്
തന്നെ ഒരു വഴിത്തിരിവുണ്ടാവും. സംഭവിക്കും നാച്ചുറലി സ്പിരിച്വൽ. ഇപ്പോൾ ശ്രീരാമ പരമഹംസദേവന് എൻ്റെ സമാധിയെ കഴിഞ്ഞാൽ ഞാൻ അത് അറിയുന്നത് ഒരു കണ്ടത്തിലൂടെ നടന്നു പോകുമ്പം പുല്ലുകൾ ഇങ്ങനെ പറക്കുന്ന കണ്ടപ്പോഴാണ് അദ്ദേഹം സമാധിയായത്. രമണ മഹർഷിക്കോ അദ്ദേഹം മരണത്തിനെ കുറിച്ച് ചിന്തിച്ചു. മരണം എന്തായാലും യാഥാർത്ഥ്യമാണ്, അതിനെ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു, സമാധിയിലേക്ക് എത്തി. സ്പിരിച്വലി പറഞ്ഞല്ലോ, സ്പിരിച്വലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും എൻലൈറ്റഡ് ആവാം. ഈ നിമിഷം അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യത്തിൽ അത്രയും ഇതായി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബോധോദയം സംഭവിക്കും. അങ്ങനെയാണ്, അത് ഏത് രീതിയിലും നമ്മൾ സംഭവിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളറിയാതെ പറഞ്ഞ് വിട്ടുപോയൊരു ടോപ്പിക്കുണ്ട്, കർമ്മ സിദ്ധാന്തം. അതിനെക്കുറിച്ചൊന്ന് അറിയണം. എന്താണ് താങ്കൾക്ക്, ഗുരുജിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളിപ്പോൾ പൂർവ്വജന്മകർമ്മങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ജന്മവും നമുക്ക് പല ഇതേപോലുള്ള നിയോഗങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിലും പൂർവ്വജന്മ പുണ്യം എന്ന് പറയാനേ ഉള്ളൂ. മുൻപെന്നോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയതിൻ്റെ ആ ഒരു ഈശ്വരകടാക്ഷത്തിൽ നമ്മൾ ഈ ജന്മം അതിൻ്റെ ഹയർ ലെവലിലേക്ക് എത്തുന്നു. പക്ഷെ പലപ്പോഴും കർമ്മബന്ധങ്ങളിൽ പെട്ടിട്ട് അതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാതെ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, ഇപ്പം സ്പിരിച്വലി ഞാൻ ഈയിടെ വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ വളരെ മാറ്റി നിർത്തി. എൻ്റെ ഇതിൽ എപ്പോഴും ആൾക്കാർക്ക് കർമ്മബന്ധനങ്ങളിൽ ഒരു ഘട്ടം കഴിയുമ്പം നമ്മുടെ നിശ്ചയമില്ലാതെ തന്നെ പ്രകൃതി നമ്മളെ അതിൽ ഏർപ്പെടുത്തും. ഇപ്പോൾ കുട്ടികളെ നോക്കിയാൽ മതി, നമ്മളൊരു 8 വയസ്സിനും 16 വയസ്സിൻ്റെ ഇടയ്ക്കിലും സ്പിരിച്വലി ഇറങ്ങി തിരിച്ചാൽ പെട്ടെന്നായിരിക്കും അവർക്ക് കാര്യങ്ങൾ സ്പിരിച്വലി ഹയർ സ്റ്റേറ്റിൽ എത്താൻ എളുപ്പമാവുന്നത്. ചില അവരുടെ ആജ്ഞയൊക്കെ വളരെ ശക്തമാവും, അവർ ഇൻറ്റ്യൂഷൻ വളരെയേറെ വർദ്ധിക്കും, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. അപ്പം ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിക്ക് നമ്മളെ അത്ര വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ല. ഇപ്പം നമ്മളിൽ സംഭവിക്കുന്നത് പ്രേമമാണോ കാമമാണോ? നമ്മൾ പ്രേമമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്, എന്നാൽ അത് കാമമാണ്. അത് പ്രകൃതിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ അത്ര ഇതില്ല. പിന്നെ നമ്മൾ അറ്റാച്ച്മെൻറ്റിൽ സംസാരിക്കുമ്പോൾ എല്ലാം ഉണ്ടാവും, അതിലിഷ്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ പ്രകൃതിക്ക് നമ്മുടെ നേരത്ത് കുറേ ഇതുണ്ട്, ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ ഒരാൾ ഏർപ്പെട്ടാൽ, ഇപ്പം ഇന്നൊരു ദിവസം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ്റെ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റിലെത്തണം, ഞാൻ 1 മണിക്കൂർ ചിന്തിക്കാതിരിക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ അടുക്കാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കർമ്മം ഇട്ട് ചുറ്റിക്കും നമ്മളെ. നമ്മളെല്ലാം വന്നിരിക്കുന്നത് ഒരായുസ്സിലാണ് അല്ലേ? ജീവിതത്തിന് 2 ചോദ്യമേ ഉള്ളൂ, എന്തിനു ജനിച്ചു, എന്തിനു മരിക്കുന്നു. ഈ 2, ഇതാണ് ജീവൻ. മറ്റേതെല്ലാം മനസ്സാണ്, മനസ്സിൻ്റെ ആയിട്ടുള്ള ലീലകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കടന്നു പോകുമ്പം സഞ്ചിതത്തിൻ്റെ ഒരു അളവുണ്ട് നമ്മളിൽ. സഞ്ചിതം, ആധ്യാത്മിക ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് സഞ്ചിതം കയറി തുടങ്ങും. ഇപ്പം പറഞ്ഞതുപോലെ ഈശ്വരീയ അനുഭവങ്ങൾ നല്ലതാണ്, പക്ഷെ അതിൽ കയറുമ്പം നിങ്ങൾ മാനസികപരമായും തയ്യാറായിരിക്കണം, അല്ലേ ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യം, അപ്പോ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാത്തവർക്ക് അപ്പൊ ഇത് ബാധകമല്ലേ? ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരാൾ ഒരു കാര്യം മറന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും കഴിഞ്ഞ ജന്മം എൻ്റെ ഒരു ടീച്ചറായിരുന്നെന്ന് വെച്ചോ, അപ്പോൾ എന്നെ കുറേ അടിച്ചതാണെന്ന് വെച്ചോ, അപ്പം ഈ ജന്മം അവിടെ നിന്ന് എന്നെ കുറേ അടിച്ചതാണെന്നുള്ളൊരു ഓർമ്മ കയറി വരുന്നു. അത് ഓർക്കുമ്പം തൊട്ട് ആ ഒരു ചിന്ത വരില്ലേ? അതേപോലെ തന്നെ ഈ കർമ്മം എന്ന് പറയുന്ന കാര്യം, എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഒരു ജന്മമാണ് ഒരു മനുഷ്യനുള്ളത്, എത്രയോ ജന്മങ്ങളുണ്ട്. ഓരോ ജന്മത്തിലും തീർക്കാനുള്ളത് നിശ്ചിത അളവിലാണ് ഒരു ആയുഷ്കാലത്തിൽ വരുന്നത്. അതുകൊണ്ട് പറയുന്നത് സഞ്ചിതത്തെ നാം തൊടുന്നില്ല, നാം ജീവിക്കുന്ന ഈ നിമിഷമാണെങ്കിലും പ്രാരാബ്ധത്തിലാണ്. സ്പിരിച്വലി ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നൈസായിട്ട് പോവാം. സ്പിരിച്വലി നിങ്ങൾ തിരിഞ്ഞാൽ ഇത് കത്താൻ തുടങ്ങും. അതിനെ ഭൈരവ യാതന എന്നൊക്കെ വിളിക്കും യോഗയിൽ. അപ്പം വരാനിരിക്കുന്നതെല്ലാം വേഗം വരും, പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടേയിരിക്കും. ആ പെട്ടെന്ന് ഉണ്ടാകുമ്പം അവിടെ നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. ഈ 2ലും നമ്മൾ നിൽക്കുന്ന സാധനയുടെ അനുഭവം പോലെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. ആ അവസ്ഥയെ നമുക്ക് നേരിടാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. പ്രാരാബ്ധത്തിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം
അവർക്ക് പൂർവികപരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുലദേവതയായിട്ടുള്ളതും അല്ലെങ്കിൽ സർപ്പാരാധനയൊക്കെ ഉണ്ട്, അവർ കർമ്മം വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങളോടിപ്പം ഞാനൊരു മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കണം. എന്നുവെച്ചാൽ ഓരോ വ്യക്തിക്കും അവർക്ക് ഏകാന്തമാവുന്ന നിമിഷത്തിൽ അതിൻ്റെ ഉള്ളൊരു ശക്തി ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങൾ വിഷമിക്കുന്ന സമയം സന്തോഷിക്കുന്നതിനെക്കാട്ടിൽ ശക്തിയുള്ളതാണ് വിഷമം. നിങ്ങളിപ്പോൾ ഒരാളെ പ്രാകണം, നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാഗിൽ അയാൾക്കത് ഫലിക്കും. നിങ്ങൾ ആ നിമിഷം ഒരൊറ്റ ചിന്തയിലാണ്. അതേപോലെ നമ്മൾ ചെയ്യുന്നതിനെല്ലാം ഒരു എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാമാണ് കർമ്മം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമുക്കറിയാം ചെയ്താൽ കർമ്മം എന്ന് പറയുന്ന കാര്യം ആ നിമിഷം തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ടും തരുന്നതാണ്. നമ്മളൊരു തെറ്റായ കാര്യം ചെയ്തെന്ന് മറ്റാരും പറയണ്ട, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പലരെയും കണ്ടിട്ടില്ലേ, അവർ ചെയ്യുന്ന സമയത്ത് അത് എന്താന്ന് പോലും അവർക്ക് വലിയ ബോധ്യം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ചെയ്തതിന് ശേഷം അത് തെറ്റായിരുന്നെന്ന് തോന്നുമ്പോൾ അവരതിൻ്റെ പരിഹാരങ്ങൾ തേടി നടക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. കർമ്മം എന്ന് പറയുന്ന കാര്യം എപ്പോഴും പറഞ്ഞല്ലോ, ഇത് നമ്മൾ അതിലാണ് പോകുന്നത്. ഒരു മഹായോഗിയാണെങ്കിൽ പോലും ജീവിക്കുന്ന അത്രത്തോളം കാലം കർമ്മത്തിലാണ്. ശരീരം കർമ്മമാണ്. അതിൽ ഡ്രാമയിൽ നമ്മൾ പോവുകയാണ്. കർമ്മത്തിനൊരിക്കലും എൻഡില്ല. ഈ നിമിഷം പോലും ഞാൻ കർമ്മമാണ് സൃഷ്ടിക്കുന്നത്, നിങ്ങളും കർമ്മമാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നുള്ള ഇതെല്ലാം വിട്ടുമാറും. മുക്തി കിട്ടുമോ? മുക്തി വേറെ വഴിയാണ്. നിങ്ങളുടെ ചിന്തകൾ അസ്തമിച്ചാൽ നിങ്ങളൊരു കർമ്മവും ബാധിക്കില്ല. നിങ്ങളിപ്പം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എന്തൊരു പാപം ചെയ്തെന്ന് വെച്ചോ, ആ പാപം പോലും നിങ്ങളെ ഏഷില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ജീവമുക്തനായിരിക്കണം. ആ ജീവമുക്ത അവസ്ഥയിൽ കർമ്മം എന്ന് പറയുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് അവർ കർമ്മബന്ധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി എന്ന് പറയുന്നത്. അവർ ജീവമുക്തനായി, അവിടെ മനസ്സില്ല, നോ മൈൻഡ് സ്റ്റേറ്റാണ്. അങ്ങനെയുള്ളൊരു കർമ്മവിഷയമില്ല. അല്ലാതെ നമ്മൾ ഭൗതികത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കർമ്മം ക്ലീനായി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ എഫക്റ്റ് കുറയും. പക്ഷെ നമ്മൾ സദാസമയം കർമ്മങ്ങൾ സൃഷ്ടിക്കും. ഇപ്പം നമ്മളൊരു കാര്യത്തെ ഓർക്കുന്നു, നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറേ ഓർമ്മകൾ നമ്മളിൽ വരുന്നു. അത് നമ്മുടെ പിറ്റേ ദിവസങ്ങളിൽ അതിനുള്ള എഫക്റ്റ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുറേ ദുഃഖങ്ങളോ കാര്യങ്ങളുണ്ടായി, ആ നിമിഷം തന്നെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന സാഹചര്യങ്ങൾ അതിനനുസരിച്ചായി തീരും. അപ്പോൾ കർമ്മം നമ്മളിൽ എപ്പോഴും നമ്മുടെ സങ്കല്പമായിട്ടും നമ്മുടെ ഇമോഷൻസായിട്ടും നമ്മുടെ പൂർവികരുമായിട്ടും ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മളിൽ എഫക്റ്റ് ചെയ്യും. ഈ കർമ്മത്തിൽ നിന്ന് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റുക? നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ മനസ്സ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല. ചിന്തകളാണ് പ്രവൃത്തിയായി തീരുന്നത്. അപ്പോൾ ചിന്തകളെ നാം നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് നാൾ ഒന്നുമില്ല, ഒരു 10, 20 അല്ലെങ്കിൽ 25 അല്ലെ ഒരു മാസം അല്ലെ 2 മാസം അല്ലെ ഒരു മണ്ഡലകാലം ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് എഫക്റ്റ് ഉണ്ടാവില്ല. കർമ്മം അവിടെ തന്നെ ഉണ്ട്. ഈ പാട്ട് പ്ലേ ചെയ്ത് വെക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുമല്ലോ, അതേപോലെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. നമ്മുടെ ചിന്തകൾ ഒരു വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ട്, ഒരു ഈശ്വരി കൃപയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളത് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റി കഴിഞ്ഞാൽ കർമ്മവും നമ്മളുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവായി തീരും. അതൊന്ന് കർമ്മം മാറി കിട്ടണമെന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, പലരുടെ ജീവിതത്തിലും വിചാരിക്കുന്ന കാര്യങ്ങൾ വേഗം നടക്കുന്നില്ല. അതിനെ വേഗമാക്കാൻ, ഇപ്പോൾ ശബരിമല വ്രതം എടുക്കുന്നവർക്കറിയാം, അവർ വ്രതം എടുത്തു കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാറുണ്ട്. ചില സാത്വികമായുള്ള ഭക്ഷണം, പിന്നെ ആ ഒരു സാധനാ മുറകളിലൂടെ പോകുന്നതുകൊണ്ട് മനസ്സിന് ശുദ്ധി ഉണ്ടാകും. അപ്പോൾ കർമ്മം കുറച്ച് അഴിവുള്ളതായി തീരും. അങ്ങനെ എത്തുമ്പം അവരുടെ റിസൾട്ട് വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിൽ തടസ്സമുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന അത്രത്തോളം കാലം നമ്മൾ 2 രീതിയിൽ കടന്നു പോകും. സന്തോഷത്തിലൂടെ പോകും, ദുഃഖത്തിലൂടെയും പോകും. ഇത് രണ്ടും കൂട്ടുകാരാണ്. അപ്പം ഇതിൽ രണ്ടിലും നമുക്കൊരു ബന്ധമില്ലാതെ പോകണമെങ്കിൽ നമുക്ക് ധ്യാനശക്തി വേണം. ധ്യാനം ഒരു ശക്തിയാണ്. ആ ശക്തിയിലൂടെ പോകുമ്പോൾ കർമ്മം നമ്മളെ ലോക്ക് ചെയ്യില്ല. കർമ്മം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ പൂർവികർ പറയുന്ന കേട്ടിട്ടില്ലേ, ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരു തോന്നലല്ല മരണം വളരെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഒരു ദുർമരണപ്പെട്ടോ അല്ലെങ്കിൽ കുറേ ഇങ്ങനെയൊക്കെ മരിച്ച ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവൻ ഇവിടുന്ന് വേറൊരു ജീവനിലേക്ക് എടുക്കാൻ, വേറൊരു ശരീരത്തിലേക്ക്, ഒരമ്മയുടെ ഗർഭത്തിലേക്ക് കയറാൻ. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം. അതൊരു 84 വയസ്സൊക്കെ കടന്നു പോയാലാണ് നമ്മൾ 1008 ചന്ദ്രന്മാരെ
മറികടക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ജീവൻ ജീവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ നമുക്ക് നല്ല ദീർഘായുസ് ഉണ്ടാവണം. അതൊക്കെ കർമ്മത്തിൻ്റെ ആ രീതിയിലൊരു അഴിവ് നമ്മളിൽ സംഭവിക്കണം. നമ്മൾ പല ധ്യാന രീതികളിലും ശ്രദ്ധിച്ചാൽ അറിയാം, പിരമിഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരതത്തില്, എസ്പെഷ്യലി കേരളത്തിലെ ഇങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല ക്ഷേത്രങ്ങളും പിരമിഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതും ധ്യാനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ എനർജി ബോഡി, അതെ, എനർജി ബോഡിയാണ്. എനർജി ബോഡിയുടെ ഒരു യന്ത്രമാണ് ക്ഷേത്രം. നമ്മളൊരു വലിയൊരു യന്ത്രത്തിനകത്തോട്ട് പ്രവേശിക്കുകയാണ് ശരിക്കും ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഗർഭഗ്രഹമാണ് അതിൻ്റെ ഊർജത്തിൻ്റെ പോയിന്റ്, നമ്മുടെ സോള്. ഇപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് അത്രയും കൃത്യമായിട്ടുള്ള ജോമെട്രിയാണ്, അത്രയും കൃത്യമായുള്ള ജോമെട്രിയാണത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ എനർജി ഇപ്പോൾ ഏകദേശം എനിക്കൊരു 1 കിലോമീറ്റർ മുമ്പ് തന്നെ എനിക്കത് അനുഭവിക്കാൻ പറ്റും, ആ സ്പന്ദനം. അപ്പം അതിൻ്റെ ഒരു കൃത്യമത വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു ആൻറ്റിന പോലെ വെച്ചിട്ടുണ്ട്. ഈ ആൻറ്റിന വെക്കുന്നത് ആ ഏരിയയിലായിട്ട് താമസിക്കുന്ന സാധകർക്കെല്ലാം എഫക്റ്റ് ഇട്ടാണ്. ഇപ്പോൾ ഒരു ഗുരു സമാധിയാകുമ്പോൾ ധാരാളം ശിഷ്യരുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മഹായോഗികളായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും സമാധിയാവുന്ന സമയത്ത് ധാരാളം ശിഷ്യരുണ്ടാവും. ആ ശിഷ്യരവിടെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? ഈ ഗുരുവിൻ്റെ ഊർജ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ മോചനപ്പെടാൻ സാധിക്കും. അതേപോലെ ഒരു ജോമെട്രി നമ്മുടെ എനർജി ബോഡിക്ക്, നമ്മുടെ ഇപ്പോൾ മൂലാധാരയ്ക്ക് ഒരു ജോമെട്രി ഉണ്ട്, ആജ്ഞയ്ക്ക് ഒരു ജോമെട്രി ഉണ്ട്. ഈ ജോമെട്രി സൂക്ഷ്മമായിട്ട് നമ്മൾ സ്പന്ദിക്കുന്നുണ്ട്. ഒരു ത്രികോണം ഇങ്ങനെ വരച്ചു വെച്ചാൽ അത് വെറുതെ ഒരു പണിഞ്ഞു വെച്ചേക്കുമല്ല. ഒരു ക്ഷേത്രത്തിന് അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലാണ് അത് നിൽക്കുന്നത്. ആ സൂക്ഷ്മ തലങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ആ സൂക്ഷ്മതലം നമ്മളിൽ സ്പന്ദിക്കും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നമ്മൾ വലം വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ കുണ്ഡലിനിയാണ് ഉയർത്തുന്നത്. ഇങ്ങനെ ഇറന്ന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുണ്ഡലിനിയിലേക്കാണ് ഉണർവുണ്ടാകുന്നത്. നമ്മുടെ ജീവൻ ഇപ്പോൾ ഒരു യോഗിയുടെ ഊർജ്ജമാണ്, പ്രാണപ്രതിഷ്ഠയാണല്ലോ എല്ലാ ക്ഷേത്രം. ആ പ്രാണപ്രതിഷ്ഠയിൽ ഒരു വ്യക്തി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഒരു സാധാരണ മനുഷ്യൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഉണർവുണ്ടാവണം. ആ ഉണർവുണ്ടാവണമെങ്കിൽ ആഗമശാസ്ത്രത്തിൽ കുറേ ജോമെട്രീസ്, ആഗമമാണ് എല്ലാ ക്ഷേത്രവും, ആഗമ രീതിയിലുള്ള ക്ഷേത്രം. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേത്രം നോക്കുമ്പോൾ എല്ലാം ഒരു ത്രികോണ രീതിയിൽ, അവിടെ നിന്ന് പിരമിഡ്. അത് കുറച്ചുകൂടും നമ്മളൊക്കെ നമ്മുടെ ഇപ്പം ഈ ത്രികോണം വരച്ച് പൂജ ചെയ്യുന്നവർ കൂടുതലും മലവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പാണൻ എന്നൊക്കെ പറയും ഇതായിട്ടുള്ള ഈ കൂടുതലും ശിവനെ വേടനായി കണ്ടുകൊണ്ട് സാധന ചെയ്യുന്നവരൊക്കെയാണ്. അങ്ങനെ മലവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഞാൻ റീസെൻ്റ്ലി അവരൊരു ഇതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഈ ഇതുപോലെ നമ്മുടെ യോഗീശ്വരലിംഗ സമിതിക്ക് പ്രതിഷ്ഠാപനത്തിന് കൂടുതലും ത്രികോണങ്ങൾ ഇതേപോലുള്ളതൊക്കെയാണ് വരച്ചത്, അത് ഭസ്മം കൊണ്ടാണ്. അപ്പോൾ ഇവരും ആ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഒരു താന്ത്രിക ഒരു സംസ്കാരം തുടങ്ങുന്നത് പോലും ത്രികോണം ഈ രീതിയിലാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ വ്യത്യാസവും. തമിഴ്നാട്ടിലിപ്പം ആഗമത്തിൻ്റെ ഏറ്റവും കൃത്രിമപ്പെടുത്തിയുള്ള രീതിയിലാണ് മധുര മീനാക്ഷി, അതേപോലെ തിരുവണ്ണാമലൈ, രാമേശ്വരം, ഇതൊക്കെ ശ്രീരംഗമാണെങ്കിൽ നോക്കിയാൽ ഇതെല്ലാം വ്യത്യാസമായി വരും. അത് കുറച്ചുകൂടും കൂടുതൽ ജോമെട്രി അതിനുണ്ടാവും, കുറച്ചുകൂടും ലൈഫ് ടൈമും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഒരു ക്ഷേത്രം 1000 വർഷമാണെങ്കിൽ അത് ചിലപ്പോൾ 10,000 വർഷം നിൽക്കും. ഒരു കൃത്രിമമുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് വരുന്നു, ഇപ്പോൾ ആത്മജ്ഞാനം തന്നെ അത് ഒഴുകുകയാണ്. നമ്മളൊരു കാര്യത്തെ ചിന്തിക്കുമ്പം അത് തന്നെ വരികയാണ്. എന്നാൽ ഇതിൻ്റെ വർധനവ് കൂട്ടാൻ ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നാൽ ആത്മീയ ഉണർവിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാൻ പറ്റും, ആത്മജ്ഞാനത്തിലേക്ക്. അത് നമുക്ക് ഏകാന്തം ഉണ്ടാക്കും. നമ്മുടെ അനാഹതയാണ് അവിടെ കുറച്ചുകൂടും സ്പന്ദിക്കുന്നത്. നമ്മൾ ലയിച്ചു പോകും ധ്യാനത്തിൽ. എന്നാൽ മധുര മീനാക്ഷി ചെന്നിരുന്നിപ്പോൾ നമുക്കൊരു ബുക്ക് എഴുതാൻ പറ്റും വേണമെങ്കിൽ. അവിടെ ഇങ്ങനെ ഒഴുകും, ജ്ഞാനം ഒഴുകും. ആ രീതിയിൽ അവിടുത്തെ നാദം സ്പന്ദിക്കും. ഇപ്പം തിരുവണ്ണാമലയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കുറച്ചുകൂടും കത്തും. അതേപോലെ ഇതെല്ലാം ഓരോ ക്ഷേത്രം ഉണ്ടാക്കുമ്പോഴും ആ ക്ഷേത്രത്തിനൊരു ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഓരോ ഫോണിലും ഓരോ വെർഷനാന്ന് പറയുന്നില്ല, ഐഫോണിൻ്റെതായിരിക്കില്ല ആൻഡ്രോയിഡിന്. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ തലങ്ങളുണ്ട്. ജ്ഞാനത്തിനുണ്ട്, അതേപോലെ സമ്പത്തിനുണ്ട്. തിരുപ്പതി സമ്പത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. മധുര മീനാക്ഷി ജ്ഞാനത്തിനും ഭൗതിക കാഴ്ചപ്പാടിനും ഉള്ളതാണ്. തിരുവണ്ണാമല സിദ്ധന്മാർക്ക് മാത്രമുള്ളതാണ്.
അഗ്നിയാണ് അവിടുത്തെ ഊർജം പോലും. അപ്പം ഓരോത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആദ്യം ശക്തിയാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു എനർജിയാണ് ഫോം ചെയ്യുന്നത്. എനർജി ഉണ്ടാക്കിയിട്ട് ആ എനർജിക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ റിയലൈസേഷൻ ചെയ്യാൻ പണിയുന്ന ആൾക്കാർ അവരെന്നിട്ട് ആ സൂക്ഷ്മമായിട്ട് ആ തലങ്ങളെ അവർ നിർമ്മിക്കും. ഇതെല്ലാം ഒഴുകുന്നത് പരമാത്മാവിൽ നിന്നാണ്. നമ്മുടെ ഇവിടുത്തെ മഹാക്ഷേത്രങ്ങൾ പണിഞ്ഞ ആരെങ്കിലും പേര് നമുക്കറിയാവോ? ഇപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രം നോക്കിയാൽ മതി, ആ പണിഞ്ഞാടെ പേരില്ല. മധുര മീനാക്ഷി നോക്കിയാൽ മതി, ആ പണിഞ്ഞാടെ പേരില്ല. അതേപോലെ നമ്മെ നാം മറക്കുന്ന സമയത്ത് ഈശ്വര കടാക്ഷം നമ്മളിൽ ഉണ്ടാകുമ്പം ഉണ്ടാവുന്നതാണ് ഈ രീതിയല്ല. ത്രികോണം വെറുതെ അല്ല. ത്രികോണം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നൊരിതാണ്. എന്നാൽ വെറുതെ അത് നമ്മുടെ മുന്നിൽ കൊണ്ടെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരു ത്രികോണം കെട്ടിയിട്ട് അതിനകത്തോട്ട് നമ്മൾ കയറിയിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അതിനകത്ത് അതിൻ്റെതായിട്ടുള്ളൊരു ഊർജം ഉണ്ടാവണം, അത് സ്പന്ദിക്കണം. ആ രീതിയിൽ മാത്രമേ അത് പറ്റുള്ളൂ. അതിൻ്റെതായിട്ടുള്ളൊരു സ്പന്ദനം ഉണ്ടാവണം. ആ സ്പന്ദനം ഉള്ളിടത്തോട്ട് നമ്മൾ കയറിയിരുന്നാൽ അത് സാധ്യമാവും.